അങ്ങനെ ഞാൻ ചൂടൊക്കെ ആയിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കല്യാണം ഉണ്ടെന്ന കാര്യം ഓർത്തത്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നേരെ കല്യാണത്തിന് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നു. നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു വെയിലൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഞാൻ വെയിലൊക്കെ സഹിച്ച് പിടിച്ച് അങ്ങനെ കല്യാണമൊക്കെ കണ്ടു. ചൂടെടുത്തിട്ട് വയ്യായിരുന്നു. ഒരേ ചൂട്, ഒന്നും രക്ഷയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് നാരങ്ങയൊക്കെ കിട്ടി. നാരങ്ങ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വീട്ടിൽ പോയിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാമല്ലോ. പിന്നെ ഞാൻ നേരെ സദ്യ കഴിക്കാനായിട്ട് പോയി. സദ്യക്ക് തോരൻ, പിന്നെ എന്താ ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ ചിപ്സൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ അപ്പുറത്തെ തന്നെ ഞാൻ എടുത്തു. അത് എൻ്റെ അച്ചാമ്മ ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. അങ്ങനെ അതും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചോറ് വരാൻ വെയിറ്റ് ചെയ്യണമല്ലോ. ഇത് പുഷ്പയമ്മയാണ്. 5 വർഷത്തിന് ശേഷം കല്യാണ സദ്യ കഴിക്കാൻ എൻ്റെ കൂടെ വന്നതാണ്. അങ്ങനെ തോരൻ വന്നു, പച്ചടി വന്നു, അവിയൽ വന്നു. പിന്നെ എന്താ വീണ്ടും ഞാൻ ശർക്കര വരട്ടി കഴിച്ചുകൊണ്ടിരുന്നു. ശർക്കര വരട്ടി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴം വന്നു. പിന്നെ ഇഞ്ചിയൊക്കെ ആദ്യം വിളമ്പേണ്ടതാണ്. ഇതൊക്കെ എന്താ ഇപ്പോൾ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അച്ചാറും പഴവും കൂടി മിക്സായി പോയി ഗൈസ്. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ, കഴിച്ചാൽ പോരെ. അങ്ങനെ എൻ്റെ ഏറ്റവും സദ്യയിൽ ഇഷ്ടമുള്ള സാധനമായിരുന്നു പപ്പടം. അത് അപ്പുറത്തെ സൈഡിലാണ്, എന്നാലും കുഴപ്പമില്ല. സോയാബീൻ വന്നു. അങ്ങനെ ഞാനിങ്ങനെ കറിയൊക്കെ നോക്കിയിരിക്കുവാണ് ചോറ് വരാനായിട്ട്. പപ്പടം വന്നു. പപ്പടം എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ, പപ്പടം. അങ്ങനെ ഞാൻ കുറച്ച് പപ്പടം എടുത്ത് പൊടിച്ച് വെച്ചു. കാരണം ഇതിൻ്റെ മുകളിൽ ചോറിട്ട് പരിപ്പൊഴിക്കാൻ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യും. കണ്ടോ, അതിൻ്റെ മുകളിൽ ചോറിട്ടു, പരിപ്പ് ഒഴിച്ചു. അങ്ങനെ പരിപ്പും പപ്പടവും ചോറും കൂട്ടി കഴിച്ചു. അതിനുശേഷം സാമ്പാർ വന്നു. സാമ്പാർ വെച്ചും കഴിച്ചു, പുളിശ്ശേരി വെച്ചും കഴിച്ചു. സദ്യയുടെ എല്ലാ നിയമങ്ങളും ഞാൻ പാലിച്ചു. അതിനുശേഷം പായസം. കടല പായസവും പഴവും. അതിനുശേഷം പാലട വിത്ത് പപ്പടം. പാലടയും പപ്പടവും കൂടെ ഒഴിച്ച് അങ്ങനെ കഴിച്ചു. സംഭവം നല്ല സദ്യയായിരുന്നു. അങ്ങനെ ഇലയൊക്കെ മടക്കി അവസാനം ഫൈനൽ ഒരു സാധനമുണ്ട്. അതാണ് നമ്മുടെ മോര്. മോര് കഴിച്ചാൽ ഈ സദ്യ അവസാനിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ മോര് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് സദ്യയുടെ ക്ഷീണം തീർക്കാനായിട്ട് എൻ്റെ അനിയൻ എനിക്ക് സർബത്ത് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാൻ സർബത്ത് കസ്കസൊക്കെ ഇട്ട് നല്ല സർബത്തായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.